എല്ലാം ദൈവം തരും. എല്ലാം നിങ്ങൾ ഒന്നിനെ കുറിച്ച്, അതായത് നിങ്ങൾക്ക് നിങ്ങളെ ദൈവം എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടോ, അതിന് നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അത് മുഴുവൻ ദൈവം തരും. അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് എന്തെല്ലാം വേണോ അത് ദൈവം തരും. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ഒരു ദൈവ ശുശ്രൂഷയാണെങ്കിൽ അതിന് എന്തെല്ലാം വേണോ അത് ദൈവം തരും. എല്ലാം നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം പ്രദാനം ചെയ്യും. എല്ലാം. എപ്പോഴാ? ഈ ലോകത്തിൽ നിങ്ങൾ വേറെ ഒന്നിന്റെയും പുറകെ നടക്കുന്നതിന് പകരം എന്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് അറിയണം, എനിക്ക് മനസ്സിലാക്കണം, എനിക്ക് എന്റെ കർത്താവിനെ കേൾക്കണം. എന്റെ കർത്താവിന്റെ വചനത്തിൽ ദൈവം എനിക്ക് എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞു എനിക്കത് അറിയണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കും. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടണം. കർത്താവേ എനിക്ക് ഇത് താ എന്ന് പറയണ്ട, അത് തന്നിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി. ഇത് ഈ ആഴ്ച ഇത് വേണമല്ലോ, അത് കിട്ടും. കാരണം എന്തറിയാമോ, ഏറ്റവും നല്ലതിന്റെ പിന്നാലെയാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളുടെ പിന്നാലെ ഓടും. നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടാവും, നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച്, ബിസിനസ് തകർന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ പറയാണ്, ഈ പ്രധാനപ്പെട്ടതിലേക്ക് വരിക. എല്ലാം തന്നോളും, ഒന്നും പേടിക്കണ്ട. അനായാസമായ ഒരു ജീവിതം ദൈവം തരും. കഴിവല്ല, കൃപയാണ്. കൃപ നേടിയെടുത്തതല്ല, ദാനമാണ്. അധ്വാനിച്ചതല്ല, ദൈവമാണ് അധ്വാനിക്കുന്നത്. ആർ യു ഓൺ ദ ട്രാക്ക്? എനിക്ക് നിന്നെക്കുറിച്ച് മാത്രം അറിഞ്ഞാ മതി എന്നൊരു ദാഹം എനിക്ക് തരാം. എനിക്ക് വേറൊന്നും അറിയണ്ട, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് നിന്നെ അറിഞ്ഞാ മതി.